സംസ്ഥാനത്തും യോഗ ദിനാചരണം പുരോഗമിക്കുകയാണെന്ന് ഇന്ന് അന്തർദേശീയ യോഗാ ദിനമാണെന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരനും ആലപ്പുഴയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ ആലപ്പുഴയിൽ ആഭ്യന്തരമന്ത്രി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരും. അതുപോലെ തിരുവനന്തപുരത്തെ വിവരങ്ങൾ നൽകാൻ ജിബിൻ ജെബിയും ചേരുന്നുണ്ട്. ആദ്യം അശ്വിനിലേക്ക്. അശ്വിൻ, ആഭ്യന്തരമന്ത്രിയുടെ യോഗാഭ്യാസം സ്ഥിരമായി ഉള്ളതാണോ, അദ്ദേഹം യോഗാ ദിനത്തിൽ മാത്രമുള്ള ഇതാണോ, എന്താണ് വിവരങ്ങൾ? എസ് കെ അല്പസമയം മുമ്പാണ് യോഗ പരിപാടികൾ ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് സ്ഥിരമായി യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യും. പക്ഷേ ഈ തിരക്കുകൾ കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ യോഗയിൽ പങ്കെടുക്കാൻ, യോഗ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ഏറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഇന്ന് യോഗാ ദിനത്തിൽ യോഗ ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചത്. ഇപ്പോൾ നടക്കുന്നത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും ഒപ്പം ഹരിപ്പാട് നഗരസഭയും ഒക്കെ ചേർന്ന് നടത്തുന്ന യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ്. അതിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നത്. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന ആപ്തവാക്യമാണ് ഇത്തവണ ഈ പരിപാടിക്കുള്ളത്. ഒപ്പം യെസ് ടു യോഗ, സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. പതിവ് പോലെ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ഈ പ്രസംഗത്തിലടക്കം പ്രധാനമായും പറഞ്ഞത് ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് തന്നെയാണ്. തൂഫാനുമായി ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഒപ്പം തൂഫാൻ വാരിയേഴ്സായി ഇന്ന് ഈ യോഗ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും തൂഫാൻ വാരിയേഴ്സായി അംഗീകരിച്ചിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് പിന്നിടുകയാണ് യോഗ പരിപാടികൾ ആരംഭിച്ചത്. അദ്ദേഹം പൂർണ്ണമായും യോഗ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇവിടെ നിന്ന് മടങ്ങുകയുള്ളൂ. തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. അതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ജിബിൻ ജെബി ചേരുന്നു. പറയൂ ജിബിൻ. ഗുഡ് മോർണിംഗ് എസ് കെ. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി നടന്നത്. ഇതിന്റെ മുഖ്യ അതിഥിയായും ഉദ്ഘാടകനുമായിട്ടാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ തന്നെ എത്തിയത്. അദ്ദേഹം ഈ നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിൽ വ്യായാമത്തിനുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. എല്ലാ ദിവസവും കൃത്യമായി വ്യായാമം ചെയ്ത ശേഷമാണ് അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിൽ നിന്നപ്പോൾ പോലും അദ്ദേഹം വ്യായാമം ഒഴിവാക്കാതെയാണ് എല്ലാ പരിപാടികളിലും പങ്കെടുത്തത് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഓർത്തെടുത്ത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിതാവ് കെ കരുണാകരൻ, അദ്ദേഹത്തിന്റെ ആയുസ് അത്രയും വർഷം ഉണ്ടായിരുന്നതും അദ്ദേഹം കൃത്യമായി തന്നെ എല്ലാ ദിവസവും രാവിലെ ജോഗിങ് ചെയ്തിരുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആയുസ് വർദ്ധിപ്പിച്ചതെന്നും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി കൂടിയായ VS അച്യുതാനന്ദൻ, അദ്ദേഹം ദീർഘായുസോടുകൂടി ഇത്രയും വർഷം ജീവിച്ചിരുന്നതും അദ്ദേഹം കൃത്യമായി തന്നെ വ്യായാമം ചെയ്തത് കൊണ്ടാണ് എന്നുമാണ് കെ മുരളീധരൻ പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഈ യോഗാ ദിനം എന്ന് പറയുന്നത് യോഗാ ദിനത്ത് മാത്രം പോരാ, ഈ യോഗയെക്കുറിച്ച് നമ്മൾ അനുസ്മരിക്കുന്നതും അല്ലെങ്കിൽ യോഗ ചെയ്യുന്നതും ഇതുപോലെയുള്ള പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതും കൃത്യമായി തന്നെ എല്ലാ ദിവസവും യോഗ നമ്മൾ അനുഷ്ഠിക്കുന്നത്. യോഗ ചെയ്യാൻ ഇപ്പോൾ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി ജോഗിങ്ങോ മോർണിംഗ് വാക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യായാമ രീതി ഒരു മനുഷ്യൻ കൃത്യമായും ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം ഓർത്തെടുത്തത്. എന്തായാലും ഈ ഒരു പരിപാടി ഇപ്പോൾ അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായും യോഗയുടെ മാത്രമല്ല, ഒരു വ്യായാമം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഓരോ അഭ്യാസ രീതികൾ നമ്മെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം കൂടിയാണ് കെ മുരളീധരൻ ഓർമ്മിപ്പിച്ചത്. SKN. ഓക്കെ, ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.